ഒരു കാർ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ബങ്കറിൽ കണ്ണു തുറക്കുന്ന മിഷേൽ. അവിടെ അവളെ പുറത്തുവിടാതെ പിടിച്ചു വെക്കുന്ന ഒരാൾ. അയാളെ അടുത്തു നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിലും വലിയൊരു പ്രശ്നം പുറത്ത് നടക്കുന്നത് അവൾ അറിഞ്ഞത്. ഇതിൽ നിന്നെല്ലാം മിഷേൽ രക്ഷപ്പെട്ടുവോ ഇല്ലേ എന്ന് പറയുന്നൊരു അമേരിക്കൻ സൈഫൈ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് 10 ക്ലോവർഫീൽഡ് ലൈൻ. ചിത്രത്തിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഹീറോയിനായ മിഷേൽ തൻ്റെ ബോയ് ഫ്രണ്ടിനോട് വഴക്കിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വീട് വിട്ടിറങ്ങുന്നു. പിന്നീട് മിഷേൽ കാർ എടുത്ത് ഒരു ലോങ് ഡ്രൈവ് പോകുന്നു. ഇടയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ ആരോ ഒരാൾ തന്നെ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നിയ മിഷേൽ അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ബോയ് ഫ്രണ്ട് മിഷേലിനെ വിളിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറയുന്നു. പക്ഷേ മിഷേൽ കോൾ കട്ട് ചെയ്ത് എന്തോ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് കാർ ആക്സിഡൻറ്റിലാവുന്നു. അടുത്ത സീനിൽ മിഷേൽ ഒരു റൂമിൽ കണ്ണു തുറക്കുന്നു. ആരോ ഹാൻഡ് കഫ് വെച്ച് കാല് ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതും ഗ്ലൂക്കോസ് കയറ്റുന്നതും ഒരു മൂലയിൽ ഫോണും ബാഗുമെല്ലാം അവൾ കാണുന്നു. ഗ്ലൂക്കോസ് കയറ്റുന്ന സ്റ്റാൻഡ് വെച്ച് മൂലയിലുള്ള ഫോൺ എടുത്ത് കോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നോ റേഞ്ച് എന്ന് കാണിക്കുന്നു. പെട്ടെന്ന് പുറത്തുനിന്നും ആരോ ഒരാൾ വരുന്ന സൗണ്ട് കേട്ട് ഫോൺ എടുത്ത് മറച്ചു വെക്കുന്നു. പുറത്തു നിന്ന് ഒരു വയസ്സായ ആൾ ഭക്ഷണം കൊണ്ടുവരുന്നു. പേടിച്ചു പോയ മിഷേൽ അയാളോട് എന്നെ എന്തിനാണ് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിനയാൾ ഞാൻ നിന്നെ രക്ഷിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. ഉടനെ മിഷേൽ എൻ്റെ ബോയ് ഫ്രണ്ട് എന്നെ തേടി പോലീസിനെയും കൂട്ടി ഇങ്ങോട്ട് വരുമെന്ന് പറയുമ്പോൾ അയാൾ ആരും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഒരു നടക്കാനുള്ള വടി കൊടുത്ത് ഇത് വെച്ച് നടക്കാൻ പഠിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു കീ എറിഞ്ഞു കൊടുത്ത് അവിടെ നിന്ന് പോകുന്നു. മിഷേൽ ആ കീ വെച്ച് ലോക്ക് തുറന്ന് വടിയുടെ അറ്റം കീ വെച്ച് ഷാർപ്പാക്കി അയാളെ അറ്റാക്ക് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അയാൾ റൂമിലേക്ക് വന്നതും മിഷേൽ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കും ഒരു ഇഞ്ചക്ഷൻ വെച്ച് അയാൾ മിഷേലിനെ മയക്കുന്നു. മയക്കത്തിൽ നിന്നുണർന്ന മിഷേലിൻ്റെ മുൻപിൽ വീണ്ടും ഭക്ഷണവുമായി അയാൾ ഇരിക്കുന്നു. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് ഞാനാണ് നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്നതെന്ന് അയാൾ മിഷേലിനോട് പറയുന്നു. മിഷേൽ എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുമ്പോൾ അയാൾ പുറത്തിപ്പോൾ ഒരു ന്യൂക്ലിയർ ആക്രമണം നടക്കുകയാണെന്നും പുറത്ത് മുഴുവൻ വിഷം പടർന്നിരിക്കുന്നത് കൊണ്ട് പുറത്തിറങ്ങിയാൽ ഉടനെ മരിച്ചു പോകുമെന്നും ഇതെല്ലാം എനിക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബങ്കർ ഉണ്ടാക്കിയതെന്നും പറയുന്നു. ഇതെല്ലാം കേട്ട് ഷോക്കായിപ്പോയ മിഷേൽ എനിക്ക് വീട്ടിലേക്ക് വിളിക്കണമെന്ന് പറയുമ്പോൾ അയാൾ അവരെല്ലാം ഇപ്പോൾ മരിച്ചിട്ടുണ്ടാവുമെന്ന് പറയുന്നു. പെട്ടെന്ന് പുറത്തു നിന്നൊരു ശബ്ദം കേട്ട് ദേഷ്യപ്പെട്ട് അയാൾ പുറത്തേക്ക് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് മുകളിലൂടെ കാർ പോകുന്ന സൗണ്ട് കേട്ട് മിഷേൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഡോർ തുറന്നിരിക്കുന്നത് കാണുന്നു. പതിയെ അതിലൂടെ പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ഭക്ഷണങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് മിഷേൽ കാണുന്നു. പെട്ടെന്ന് മിഷേൽ പുറത്ത് ഒരാളെ കാണുന്നു. അയാളോട് ആരാണ് നീ എന്നും എത്ര നാളായി ഇവിടെ ഉണ്ടെന്നും മിഷേൽ ചോദിക്കുന്നു. ഞാൻ 2 ദിവസമായി ഇവിടെ ഉണ്ടെന്ന് അയാൾ പറയുന്നു. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് മിഷേൽ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പറയുന്നു. രണ്ടാളും സംസാരിക്കുന്നതിനിടെ അങ്ങോട്ട് വയസ്സായ ആൾ വരുന്നു. അയാൾ 2 പേരെയും ബേസ്മെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് അവിടമെല്ലാം കാണിച്ചു കൊടുക്കുന്നു. പെട്ടെന്ന് മിഷേൽ വീഴാൻ പോകുമ്പോൾ എമിറ്റ് അവളെ പിടിക്കുന്നു. ഇത് കണ്ട് ഹോവർഡ് ദേഷ്യപ്പെട്ട് ഇനി അവളെ തൊടാൻ പാടില്ലെന്ന് പറഞ്ഞ് മിഷേലിനെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി പുറത്ത് അവൾക്ക് കാവൽ നിൽക്കുന്നു. തനിക്ക് പ്രൈവസി വേണമെന്ന് മിഷേൽ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ കർട്ടൻ വെച്ച് മൂടിക്കൊള്ളാൻ അയാൾ അവൾക്ക് അനുവാദം കൊടുക്കുന്നു. വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ട് മിഷേൽ കർട്ടൻ വെച്ച് മറക്കുന്നു. പിന്നീട് മിഷേൽ ഹാളിലേക്ക് വരുമ്പോൾ അവിടെ മാഗസിനുകളും ബുക്കുകളും കാണുന്നു. അപ്പോൾ അയാൾ അതെല്ലാം മാഗൻ്റെ ആണെന്ന് പറയുന്നു. ആരാണ് മാഗൻ എന്ന് ചോദിക്കുമ്പോൾ അവൾ നമ്മളെ വിട്ടുപോയെന്ന് അയാൾ പറയുന്നു. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആവുന്നത് കണ്ട് മിഷേൽ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ അത് ജനറേറ്റർ കംപ്ലൈന്റ് ആയതാണെന്ന് പറയുന്നു. കാർ മുകളിലൂടെ പോകുന്നത് പോലെ ഉണ്ടെന്നും നേരത്തെ റൂമിന്റെ മുകളിൽ നിന്ന് ഈ സൗണ്ട് ഞാൻ കേട്ടതാണെന്നും മിഷേൽ അയാളോട് പറയുന്നു. അങ്ങനെ കാർ പോയിട്ടുണ്ടെങ്കിൽ അതിലുള്ളവർ മരിച്ചിട്ടുണ്ടാവുമെന്ന് ഹോവർഡ് പറയുന്നു. മിഷേൽ നമുക്ക് പോലീസിനെ വിളിക്കാമെന്ന് പറയുമ്പോൾ അയാൾ ഒരു റേഡിയോ കാണിച്ച് ആരും ഇപ്പോൾ പുറത്ത് ജീവനോടെയില്ലെന്ന് പറയുന്നു. പിന്നീട് ഹോവർഡ് മിഷേലിനെയും കൂട്ടി മേലേക്ക് പോയി കുറെ പൂട്ടുകളുള്ള ഒരു ഡോർ തുറക്കുന്നു. ആ ഡോർ തുറന്നതും അതിനു മുൻപിൽ വേറെ ഒരു ഡോറും കാണുന്നു. അതിന്റെ കണ്ണാടിയിലൂടെ മിഷേലിനോട് പുറത്തേക്ക് നോക്കാൻ അയാൾ പറയുന്നു. കണ്ണാടിയിലൂടെ മിഷേൽ പുറത്തേക്ക് നോക്കുമ്പോൾ ഹോവാർഡിന്റെ പന്നികളെല്ലാം ചത്തുകിടക്കുന്നതും കാറ്റിൽ മണൽ പരക്കുന്നതും കണ്ട് അയാൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മിഷേൽ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് മിഷേൽ പുറത്തുള്ളൊരു വണ്ടി കാണുന്നു.
പെട്ടെന്ന് അവൾക്ക് ഈ വണ്ടിയാണ് തന്നെ ഇടിച്ചതെന്ന് ഓർമ്മ വരുന്നു. മിഷേൽ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോകുന്നു. മിഷേൽ റൂമിലെത്തുമ്പോൾ എമിറ്റ് അങ്ങോട്ട് അവളെ കാണാൻ വരുന്നു. മിഷേൽ എമിറ്റിനോട് അയാൾ നിന്നെയും കാറിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കുന്നു. താൻ തൊട്ടടുത്ത ഗ്രാമത്തിലാണ് താമസിക്കുന്നതെന്നും ഈ ബങ്കർ കെട്ടാൻ അയാളെ സഹായിച്ചത് താനാണെന്നും എമിറ്റ് പറയുന്നു. അയാൾ പറയുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് മിഷേൽ ചോദിക്കുമ്പോൾ അറ്റാക്ക് നടക്കുന്ന സമയത്ത് അയാളെ കൂടെ ഉള്ളിലേക്ക് ഓടിക്കയറിയതാണ് താനെന്ന് എമിറ്റ് പറയുന്നു. എന്ത് അറ്റാക്കാണെന്ന് മിഷേൽ ചോദിക്കുമ്പോൾ അറിയില്ലെന്നും ഒരു വെളിച്ചം മാത്രം കണ്ടു എന്നും എമിറ്റ് പറയുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിനിടെ ഹവേർഡ് ഒരു കീ അരയിൽ നിന്ന് എടുക്കുന്നത് മിഷേൽ ശ്രദ്ധിക്കുന്നു. എമിറ്റ് മിഷേലിനോട് സംസാരിക്കുന്നത് കണ്ട് ഹവേർഡ് ദേഷ്യപ്പെട്ട് എമിറ്റിനെ വഴക്ക് പറയുന്നു. ഇത് കണ്ട് മിഷേലിന് അയാൾ പൊസസീവ് ആവുകയാണെന്ന് മനസ്സിലാക്കി അയാളെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മിഷേൽ എമിറ്റിനോട് തമാശയിൽ കുറെ സംസാരിക്കാൻ തുടങ്ങുന്നു. മിഷേലിന്റെ സംസാരം കേട്ട് ദേഷ്യപ്പെട്ട് ഹവേർഡ് അവളെ വഴക്ക് പറയുന്നതിനിടെ മിഷേൽ ആ കീകൾ മോഷ്ടിച്ച് അവളുടെ കയ്യിൽ പിടിക്കുന്നു. പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ താക്കോൽ കൂട്ടം അരയിൽ കാണാത്തത് കണ്ട് അത് മിഷേൽ തന്നെ എടുത്തതാണെന്ന് ഹവേർഡിന് മനസ്സിലാവുന്നു. ഹവേർഡ് മിഷേലിനെ നോക്കുന്നത് കണ്ട് അവൾ ഒരു ബോട്ടിലെടുത്ത് അയാളുടെ തലക്കടിച്ച് കുറെ ലോക്കുകളുള്ള ആ ഡോറിന്റെ അടുത്തേക്ക് ഓടുന്നു. ഹവേർഡും എഴുന്നേറ്റ് മിഷേലിന്റെ പുറകെ ഓടിയെങ്കിലും ഫസ്റ്റ് ഡോർ തുറന്ന് അവൾ അയാളെ പൂട്ടി സെക്കൻഡ് ഡോർ തുറന്ന് രക്ഷപ്പെടാൻ നിൽക്കുന്നു. പെട്ടെന്ന് പുറത്തുള്ള കാറിൽ നിന്ന് മുഖമെല്ലാം അഴുകിപ്പോയ ഒരു ലേഡി വന്ന് ഡോർ തുറക്കാൻ പറയുന്നു. മിഷേലിന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഡോർ തുറക്കരുതെന്ന് ഹവേർഡ് ഉച്ചത്തിൽ വിളിച്ചു കൂവുന്നു. പെട്ടെന്ന് പുറത്തുള്ള ലേഡി ഒരു സൈക്കോയെ പോലെ സ്വന്തം തല കണ്ണാടിയിൽ ഇടിക്കുന്നത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും മിഷേൽ താഴോട്ട് തന്നെ തിരിച്ചു വരുന്നു. ന്യൂക്ലിയർ അറ്റാക്ക് നടക്കാൻ പോകുന്നതറിഞ്ഞ് സ്പീഡിൽ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു വരുമ്പോഴാണ് എൻ്റെ വണ്ടി തൻ്റെ വണ്ടിയിൽ ഇടിച്ചതെന്ന് ഹവേർഡ് മിഷേലിനോട് പറയുന്നു. കുറച്ച് ഡ്രസ്സുകൾ കൊടുത്ത് ഇതെല്ലാം എൻ്റെ മകൾ മേഗൻ്റെ ആണെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് മിഷേൽ ഹാളിലേക്ക് വരുമ്പോൾ ഒരു ഫോട്ടോ കാണിച്ച് ഇതാണ് എൻ്റെ മകൾ മേഗൻ എന്നും അവൾ ഇപ്പോൾ ജീവനോടെ ഇല്ലെന്നും ഹവേർഡ് പറയുന്നു. സോ ഇനി ഇവിടെ സേഫ് ആയിരിക്കാമെന്ന് മിഷേൽ ഉറപ്പിക്കുന്നു. പിന്നീട് ഗെയിം കളിച്ചും സംസാരിച്ചും 3 പേരും ആ ബങ്കറിൽ ജീവിക്കുന്നു. പെട്ടെന്നൊരു ദിവസം ബങ്കർ മുഴുവൻ ഷെയ്ക്ക് ആവുന്നത് പോലെ മേലെ എന്തോ പറക്കുന്നത് കണ്ട് എല്ലാവരും പേടിക്കുന്നു. ഹവേർഡ് അതൊരു ഏലിയൻ സ്പേസ്ഷിപ്പ് ആണെന്ന് പറയുന്നു. പെട്ടെന്ന് എയർ ഫിൽട്ടർ അടഞ്ഞിട്ടുണ്ടെന്ന അലാറം കേട്ട് ഒരു വെന്റിലേറ്ററിലൂടെ പോയി എയർ ഫിൽട്ടർ ശരിയാക്കാൻ മിഷേലിനോട് ഹവേർഡ് പറയുന്നു. മിഷേൽ വെന്റിലേറ്ററിലൂടെ കയറി ഉള്ളിലെ എയർ ഫിൽട്ടർ ശരിയാക്കി തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു ഏണി കാണുന്നു. ഏണി കയറി നോക്കുമ്പോൾ കണ്ണാടിയിലൂടെ തെളിഞ്ഞ ആകാശം കാണുന്നു. ആ കണ്ണാടിയിൽ ഹെൽപ്പ് എന്നെഴുതിയിരിക്കുന്നത് കണ്ട് പേടിച്ചു പോയി അവൾ താഴേക്ക് ഇറങ്ങുമ്പോൾ രക്തം പുരണ്ടൊരു കമ്മൽ കാലിൽ കുടുങ്ങുന്നു. മേഗന്റെ ഫോട്ടോയിൽ കണ്ട അതേ കമ്മലായിരുന്നു മിഷേലിന് കിട്ടിയത്. താഴെ വന്ന് മിഷേൽ മേഗന്റെ ഫോട്ടോയും ആ കമ്മലും എമിറ്റിന് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ എമിറ്റ് ഇത് മേഗൻ അല്ലെന്നും 2 വർഷം മുൻപേ കാണാതെയായ ഒരു ലേഡിയാണെന്നും പറയുന്നു. പെട്ടെന്ന് ഡയറിയിൽ നിന്ന് ശരിക്കുമുള്ള മോർഗന്റെ ഫോട്ടോ നിലത്ത് വീഴുന്നു. ഇത് കണ്ട് ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന് മിഷേലിന് മനസ്സിലാവുന്നു. മിഷേൽ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള റബ്ബർ കർട്ടൻ കണ്ട് അത് വെച്ചൊരു റബ്ബർ സ്യൂട്ട് ഉണ്ടാക്കി പുറത്ത് കടക്കാമെന്ന് പ്ലാൻ ചെയ്ത് അത് എമിറ്റിനോട് പറയുന്നു. എമിറ്റ് ഹവേർഡിന്റെ അടുത്ത് പോയി ബാത്റൂമിലെ കർട്ടനിൽ അഴുക്കുണ്ടെന്ന് പറഞ്ഞ് അത് അയാളെ കൊണ്ട് അഴിപ്പിച്ച് ഡസ്റ്റ്ബിന്നിലേക്ക് ഇടിപ്പിക്കുന്നു. പിന്നീട് ഹവേർഡ് അറിയാതെ 2 പേരും ടൂൾസ് എല്ലാം മോഷ്ടിച്ച് മിഷേൽ സ്യൂട്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഒരു ദിവസം ഹവേർഡ് 2 പേരെയും വിളിച്ച് ഒരു ഡ്രം കാണിച്ച് ഇതിൽ ഒരു ഡേഞ്ചറായ ആസിഡ് ആണെന്ന് പറയുന്നു. ഇത് കണ്ട് എമിറ്റ് ഇതെന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ട് ഹവേർഡ് ദേഷ്യപ്പെട്ട് ഒരു കത്രികയും ടാപ്പും കാണിച്ച് ഇത് വെച്ച് 2 പേരും എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് അതെല്ലാം എടുത്ത് ആ ആസിഡിലേക്ക് ഇടുന്നു. മിഷേലിനെ രക്ഷിക്കാൻ വേണ്ടി എമിറ്റ് നിങ്ങളുടെ ഗൺ മോഷ്ടിക്കാൻ വേണ്ടി ഒരു വെപ്പൺ ഉണ്ടാക്കാനാണ് ഇതെല്ലാം എടുത്തതെന്ന് പറയുമ്പോഴേക്കും ഹവേർഡ് ഗൺ വെച്ച് എമിറ്റിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. പേടിച്ചു പോയ മിഷേൽ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ഉറപ്പിച്ച് സ്യൂട്ട് റെഡിയാക്കുന്നതിനിടെ ഹവേർഡ് അങ്ങോട്ട് വരുന്ന ശബ്ദം കേട്ട് സ്യൂട്ട് ബെഡിന് താഴെയും മാസ്ക് AC വെന്റിലേറ്ററിലും ഒളിപ്പിച്ചു വെക്കുന്നു. ഹവേർഡ് റൂമിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ വെന്റിലേറ്ററിന്റെ സ്ക്രൂ അഴിഞ്ഞ് താഴെ വീഴുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ഹവേർഡ് മിഷേലിന്റെ ബെഡിന് താഴെ ക്ലോത്തുകളെല്ലാം കണ്ട് അവൾ എന്തോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി മിഷേലിനെ പിടിച്ച് തള്ളുന്നതിനിടെ മിഷേൽ പുറത്തു പോയി ഡോർ അടച്ച് ഓടുന്നു. പുറത്ത് എമിറ്റിനെ ആസിഡിൽ മുക്കി വെച്ചത് കണ്ട് മിഷേൽ പേടിച്ചു നിൽക്കുമ്പോൾ അങ്ങോട്ട് ഹവേർഡ് വരുന്നു. ഉടനെ മിഷേൽ ആസിഡ് ഡ്രം ഹവേർഡിന് നേരെ തള്ളിയിട്ട് അവിടെ നിന്ന് ഓടുന്നു.
റൂമിൽ നിന്ന് സ്യൂട്ട് എടുത്ത മിഷേൽ വെന്റിലേറ്ററിലൂടെ രക്ഷപ്പെടുമ്പോൾ ഹവേർഡ് കത്തിക്കൊണ്ട് കുത്തുന്നു. പക്ഷേ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്ന് ഒരു ട്രക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് സ്യൂട്ട് കീറുന്നു. ഉടനെ കയ്യിലുള്ളൊരു ടാപ്പ് എടുത്ത് അത് അടച്ച് മേലേക്ക് നോക്കുമ്പോൾ പക്ഷികൾ പറക്കുന്നത് കാണുന്നു. മിഷേൽ പതിയെ മാസ്ക് എടുത്ത് മാറ്റുമ്പോൾ വായുവിൽ ഒരു വിഷവുമില്ലെന്ന് മനസ്സിലാവുന്നു. താനിപ്പോൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി മിഷേൽ ഒരു ട്രക്കിന്റെ മേലെ കയറി നോക്കുമ്പോൾ ഒരു സ്പേസ് ഷിപ്പ് കാണുന്നു. ഉടനെ രക്ഷപ്പെടാൻ ട്രക്കിൽ കയറുമ്പോൾ അതിൽ കീ ഇല്ലാത്തത് കണ്ട് അടുത്തുള്ള കാറിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അതിൽ നിന്ന് അലാം അടിക്കാൻ തുടങ്ങുന്നു. ഈ ശബ്ദം കേട്ട് ഒരു ഏലിയൻ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ മിഷേൽ ഹവേർഡിന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് കീ എടുത്ത് കാറിനടുത്തേക്ക് ഓടുന്നു. പെട്ടെന്ന് വലിയൊരു സ്പേസ് ഷിപ്പ് വന്ന് വിഷം സ്പ്രേ ചെയ്യാൻ തുടങ്ങുന്നു. മിഷേൽ ഓടി മാസ്ക് വെച്ച് കാറിലേക്ക് കയറുമ്പോൾ ഒരു ഏലിയൻ മിഷേലിന്റെ അടുത്തേക്ക് വന്ന് മാസ്ക് എടുത്ത് പോകുന്നു. അപ്പോഴാണ് മിഷേൽ കാറിൽ ഒരു ലൈറ്ററും ഡ്രിങ്ക്സും കണ്ടത്. ഉടനെ മിഷേൽ ഡ്രിങ്ക്സ് എടുത്ത് അതിൽ തീ കൊളുത്തി ഏലിയന്റെ വായിലേക്ക് എറിയുന്നു. പെട്ടെന്ന് ഏലിയൻ അവിടെ പൊട്ടിത്തകരുന്നു. ഉടനെ മിഷേൽ കാർ എടുത്ത് മെയിൻ റോഡിലേക്ക് ഓടിച്ചു പോകുന്നു. മെയിൻ റോഡിലെത്തിയതും റേഡിയോ ഓൺ ആവുന്നു. ഏലിയനുകൾ ഭൂമി മുഴുവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നും ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ ഹൂസ്റ്റണിലേക്ക് വരാൻ വേണ്ടി റേഡിയോയിൽ പറയുന്നു. മിഷേൽ കാർ തിരിച്ച് ഹൂസ്റ്റണിലേക്ക് പോകുമ്പോൾ ദൂരെ ആകാശത്ത് സ്പേസ് ഷിപ്പുകൾ കാണുന്നു. ഇതോടെ ഈ ചിത്രം അവസാനിക്കുന്നു.